ലക്ഷോപലക്ഷം ജനങ്ങൾ ഹജറുൽ അസ്വദിന് മുന്നിൽ ക്യൂ നിൽക്കുന്നത് നമുക്ക് കാണാം. ഇത് വിശ്വാസികൾ മക്കയിൽ ചെന്ന് കാണുകയാണ്. അള്ളാഹു ആദരിച്ച മഹാന്മാരുമായി ബന്ധപ്പെട്ട ഒരു കല്ലിൽ നിന്ന് ബർക്കത്തെടുക്കുകയാണ്. അതാണ് മുബാറക്കൻ, ഇത് ബർക്കത്തുള്ള വീടാണ് എന്ന് അള്ളാഹു പറഞ്ഞത്. ബർക്കത്ത് എന്നതിനെ നിഷേധിക്കുന്നവർക്ക് മനസ്സ് തൊട്ട് ഹജ്ജ് ചെയ്യാൻ കഴിയില്ല. അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ അർപ്പ് തോന്നും, ഈ കല്ലിനെ പൂജിക്കാണെന്നു. നമ്മൾ പറഞ്ഞു കല്ലും മണ്ണും മനുഷ്യനൊന്നും ദൈവാവൂല, അതൊക്കെ പ്രപഞ്ചത്തിന്റെ ഭാഗ. പക്ഷെ അള്ളാഹു ആദരിച്ച മഹാന്മാരുമായി ബന്ധപ്പെട്ട ഒരു വസ്തു എന്ന നിലക്ക് അതിലൂടെ അള്ളാഹു നമുക്ക് ബർക്കത്തുകൾ തരും. ആ ബർക്കത്ത് എടുക്കുക എന്ന് പറഞ്ഞത് അതിനെ ആരാധിക്കലല്ല. ഒരു ആദരവും ബഹുമാനവും ആരാധനയാവണമെങ്കിൽ അവൻ സ്രഷ്ടാവും ആരാധ്യനുമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യണം. നമ്മൾ ഒരിക്കലും അങ്ങനെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു, നമ്മൾ പരിചയപ്പെട്ട അള്ളാഹു ആരാ? പ്രപഞ്ചാധിപനും പ്രപഞ്ചാതീതനുമാണവൻ. അവൻ കല്ലോ മണ്ണോ രൂപോ മനുഷ്യനോ ഒന്നുമല്ല. അപ്പം ഇത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രവാചകന്മാര് സ്പർശിച്ച, അതിനെ ആദരിച്ചാൽ പരലോകത്ത് അതിന്റെ ശുപാർശ കിട്ടുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒരു കല്ലാണ്. അപ്പൊ ആ കല്ലിൽ നിന്ന് ബർക്കത്തെടുത്താണ് നമ്മൾ തവാഫ് ആരംഭിക്കുന്നത്.